ഹലോ എവ്രി വൺ, വെൽക്കം ടു ഐലൻ IAS. കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് ഡങ്കി എന്നുള്ള വേർഡ്. എന്താണ് ഡങ്കി അല്ലെങ്കിൽ എന്താണ് ഡങ്കി ഇമിഗ്രേഷൻ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡങ്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലി ഇമിഗ്രേറ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഡങ്കി എന്ന് വിളിക്കുന്നത്. രണ്ട് തരത്തിലാണ് ഇമിഗ്രേഷൻ നടക്കാറുള്ളത്. ഒന്ന് നമ്പർ 1 റൂട്ട് വഴിയും മറ്റൊന്ന് നമ്പർ 2 റൂട്ട് വഴിയുമാണ് സാധാരണഗതിയിൽ ഇമിഗ്രേഷൻ നടക്കാറുള്ളത്. നമ്പർ 1 റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി ഉള്ള ഇമിഗ്രേഷനെയാണ് നമ്മൾ നമ്പർ 1 എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം നമ്പർ 2 എന്ന് പറയുന്നത് ഇല്ലീഗലി ഉള്ള ഇമിഗ്രേഷനെയാണ് നമ്മൾ നമ്പർ 2 റൂട്ട് എന്ന് വിളിക്കുന്നത്. ഈ നമ്പർ 2 വഴിയുള്ള ഏത് തരത്തിലുള്ള ഇമിഗ്രേഷനെയും ഡങ്കീസ് എന്ന രൂപത്തിലാണ് വിളിക്കുന്നത്. പഞ്ചാബി വേർഡിൽ നിന്നാണ് ഈ ഡങ്കി അഥവാ ഡോങ്കി റൂട്ട്സ് എന്ന രൂപത്തിൽ ഉള്ള വേർഡ് ഡെവലപ്പ് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് സമീപകാലത്തായിട്ട് UK, US, കാനഡ എന്നീ രാജ്യങ്ങളിലേക്ക് ഡങ്കി റൂട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് വളരെ ചർച്ചയായി മാറുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് ഈ ഡങ്കി റൂട്ട് വഴി ഇമിഗ്രേഷൻ ചെയ്യാനുണ്ടാവുന്ന കാരണം? ഇന്ത്യയിൽ നിന്ന് പ്രധാനമായും 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഡങ്കികൾ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് ഹരിയാന, മറ്റൊന്ന് പഞ്ചാബ്, മറ്റൊന്ന് വെസ്റ്റേൺ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡങ്കികൾ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്, അഥവാ ഇല്ലീഗൽ മൈഗ്രൻസ് പോകുന്നതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇല്ലീഗൽ മൈഗ്രൻസ് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ ഇമിഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം? ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള കൊളാപ്സ് ആണെന്നാണ് ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വലിയ രൂപത്തിൽ കൂടുന്നതും ഡെങ്കി ഫ്ലോക്ക് കാരണമാവുമെന്ന് പറയുന്നു. മൂന്നാമതായി പറയുന്നത് അണ്ടർ എംപ്ലോയ്മെന്റും മറ്റൊരു റീസൺ ആയിട്ടാണ് പറയപ്പെടുന്നത്. നാലാമത്തെ കേസായിട്ട് പറയുന്നത് ബെറ്റർമെന്റ് ഓഫ് ഹോളിസ്റ്റിക് ലൈഫും ഒരു റീസൺ ആയിട്ടാണ് പറയുന്നത്. ഈ 4 കാര്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഡെങ്കി റൂട്ട് പ്രിഫർ ചെയ്യാനുള്ള കാരണം. ഇതിന് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്പർ 1 റൂട്ട് വഴി ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളുകളെല്ലാം തന്നെ സ്കിൽഡ് വർക്കേഴ്സ് ആയിരിക്കും, അഥവാ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് മറ്റു രാജ്യങ്ങൾ വിസ കൊടുക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ വളരെ പൂവറായി നിൽക്കുന്ന, എഡ്യൂക്കേഷൻ കുറവായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ വിസ റിജക്ട് ചെയ്യപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ അവരുടെ ആസ്പിറേഷന്റെ ഭാഗമായിട്ട് അവർക്ക് ഇമിഗ്രേഷൻ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും. സോ സ്വാഭാവികമായിട്ടും അവർക്ക് വിസ ലഭിക്കാത്തത് കൊണ്ട് ഈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റൂട്ടുകൾ അവർ കണ്ടെത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന റൂട്ടായിട്ട് പറയപ്പെടുന്നത് മെക്സിക്കൻ അമേരിക്കൻ ബോർഡർ വഴിയാണെന്നാണ് പറയുന്നത്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ റിപ്പോർട്ടിന്റെ കണക്ക് പ്രകാരം 2017 ശേഷം വലിയ തോതിലാണ് ഈ ഡങ്കി മൂവ്മെന്റ്സ് നടന്നിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ മെക്സിക്കൻ ബോർഡർ വഴി, മെക്സിക്കോ US ബോർഡർ വഴി വലിയ രൂപത്തിൽ ഡങ്കി ഫ്ലോ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഇന്ത്യൻസും ഇതേ ടോപ്പിക്കിനെ കുറിച്ച്, ഡങ്കി എന്ന മൂവ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത്. മലയാളികൾക്ക് ഇത് ഏറ്റവും കൂടുതൽ പരിചിതമാവുന്നത് ദുൽഖർ സൽമാനോട് കൂടിയാണ്. അദ്ദേഹത്തിന്റെ മൂവി ആയിട്ടുള്ള കോംറേഡ്സ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞ മൂവിയിലാണ് പ്രധാനമായിട്ടും ഈ റൂട്ടിന്റെ ഭീകരതയെ കുറിച്ചിട്ടും ഈ റൂട്ടിനെ കുറിച്ചും നമ്മൾ പരിചയപ്പെടുന്നത്. സോ ശേഷം വന്നിട്ടുള്ള പഞ്ചാബി പടമായിട്ടുള്ള ആജ മെക്സിക്കോ ചലിയെ എന്നുള്ള 2022 ഇറങ്ങിയ പടവും ഇതേ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ ഗ്ലോബലി തന്നെ ഈ കോൺസെപ്റ്റ് പോപ്പുലാരിറ്റി കിട്ടുന്നത് ഷാറൂഖ് ഖാന്റെ പടമായിട്ടുള്ള ഡങ്കി എന്നുള്ള പടമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കോൺസെപ്റ്റിനെ പോപ്പുലാരിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ റിപ്പോർട്ടിന്റെ കണക്ക് പ്രകാരം 100,000 ആളുകളാണ് 2022 അമേരിക്ക ഇല്ലീഗൽ ക്രോസ് ബോർഡറിംഗ് ചെയ്യുന്നതിന് പിടിച്ചിട്ടുള്ള ഇന്ത്യക്കാരുടെ നമ്പർ ആയിട്ട് പറയുന്നത് 100,000. പക്ഷെ കഴിഞ്ഞ വർഷം, അതായത് അതിന് മുന്നത്തെയുള്ള വർഷം 2021 കണക്കെടുക്കാൻ 32,000 ആളുകൾ മാത്രമായിരുന്നു US പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഏറ്റവും റീസെന്റ് ആയിട്ട് ഈ പറഞ്ഞ ഡങ്കി മൂവ്മെന്റ് വലിയ രൂപത്തിൽ നിന്നു നമ്പറുകൾ കൂടി വരുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്ത് എന്നതും കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം എന്ത് എന്ന് ചോദിക്കുന്ന സമയത്ത് US വിസ അതോറിറ്റി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവരുടെ വിസയുടെ കാര്യങ്ങളിൽ വലിയ രൂപത്തിൽ റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് കോവിഡിന് ശേഷം
കോവിഡ് ക്രൈസിസ് വന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ വിസ പോളിസിയിൽ വലിയ രൂപത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതും മറ്റൊരു റീസൺ ആയിട്ടുണ്ട് ഈ പറഞ്ഞ പോസ്റ്റ് കോവിഡിന് ശേഷം ഉണ്ടാവുന്ന ഡെങ്കി ഫ്ലോ കൂടാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ട് ഹോം ഓഫീസ് അല്ലെങ്കിൽ ഹോം ഡിപ്പാർട്ട്മെന്റ് ഓഫ് UK പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻസ് സെക്കൻഡ് റാങ്കിലാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് കടന്നു കയറുന്നതിൽ 2ാം റാങ്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയത് ഇന്ത്യക്കാർ എന്ന് പറഞ്ഞത് അത്ര വലിയ ഹാപ്പി ന്യൂസ് അല്ല എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ US ഹോം സ്റ്റേറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ലോകത്ത് നിന്ന് US മൈഗ്രേറ്റ് ചെയ്യുന്ന പല രാജ്യങ്ങളുടെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ 3ാം സ്ഥാനമുണ്ട് ഇന്ത്യക്ക് എന്നാണ് പറഞ്ഞത്. അതായത് അത്ര പേര് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, US മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കാണിക്കുന്നത് നമ്മളൊരു വികസിത രാജ്യമായി മുന്നോട്ടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കൻ ഡ്രീംസും അല്ലെങ്കിൽ യൂറോപ്യൻ ഡ്രീംസും ഇപ്പോഴും ആളുകൾക്കിടയിൽ സജീവമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റുകളുടെ മെഷർമെന്റുകളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡീപ് ഡിസ്കഷനോ നടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. Come and join iLearn IAS and feel the difference.